So friends, welcome to my channel Reshma Sajid Live. So friends, ഇന്നത്തെ ഈ ചാനൽ വീഡിയോയിൽ എൻ്റെ നാട്ടിലെ മപ്പളങ്ങാട് അമ്പലത്തിലെ ഉത്സവം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇത് കണ്ടോ, നമ്മളെ അമ്പലത്തിൽ തമ്പുരാട്ടി പോകുന്നുണ്ട്. ആനയാണ് നമ്മളെ തമ്പുരാട്ടി. അപ്പോൾ അവർക്ക് വേണ്ടി ആന പോകുമ്പോൾ എല്ലാ വീട്ടിലും വിളക്ക് കത്തിച്ച് വെക്കും. സോ ഫ്രണ്ട്സ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുണ്ട്. ഫെസ്റ്റിവൽ ഇനിയും കുറേ എന്തെല്ലോ ഉണ്ട് ഫെസ്റ്റിവലിൽ. നൃത്യം, ഡാൻസുകൾ, ആനയ്ക്ക് വേണ്ടിയിട്ട് ചെണ്ട മുട്ടുന്ന. ആന നമ്മളെ ഉത്സവത്തിന് തമ്പുരാട്ടിയാണ്. പിന്നെ തമ്പുരാട്ടീനെ അണിയിച്ചിട്ട് അമ്പലത്തിൽ കൂട്ടി പോകുന്നതാണ്. അപ്പോൾ അത് വലിയ ഒരു ചടങ്ങാണ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ആനേൻ്റെ. പിന്നെ ബാക്കി കാഴ്ചകൾ ബാക്കിൽ തന്നെയുണ്ട്. ആനേൻ്റെ ബാക്കിൽ കുറേ കാഴ്ചകളുണ്ട്. ഇതാ കുട കൊണ്ട് പോകുന്നു, കുടവ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കണം നിങ്ങൾക്ക് ഈ കണ്ട കാഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന്, എന്ത് തോന്നി. അപ്പോൾ ഇത് കണ്ടോ, DJ ഉണ്ട് ഫെസ്റ്റിവലിൽ, വലിയ DJ ആണ്. അപ്പോൾ എല്ലാ സിനിമാറ്റിക് ഡാൻസും എന്തെല്ലോ വേറെ പാട്ടുകളെ ഡാൻസെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തുടക്കം. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ഇതും അണിയിച്ചിട്ട് തുടങ്ങുന്നത് സ്ഥലം. അപ്പോൾ ഇതാ പോകുന്നത് എല്ലാവരും. അപ്പോൾ കുറച്ച് രംഗം ചെണ്ട മുട്ടിയിട്ടില്ലേ പോകുന്ന രംഗമാണ്. ഇതാണ് സർപ്പ നൃത്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് മൊത്തം നടാൽ മുതൽ മോപ്പലങ്ങാട് അമ്പലം വരെ ഈ നൃത്യം പോവും, ഈ കാഴ്ച പോവും. അപ്പം മൊത്തം വഴിക്ക് ഇവർ നൃത്യം കളിച്ചുകൊണ്ടാണ് പോവുക. അപ്പോൾ ഇവരെ കാഴ്ചയും ഈ ഒരു മാപ്പിളങ്ങാട് അമ്പലത്തിലേക്ക് പോകുന്ന ഇത് ഒരു അദൃശ്യമായ ഒരു ദൃശ്യവും കാഴ്ചയും എല്ലാ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് മൊത്തം ആൾക്കാർ പുറത്ത് ഹൈവേ റോഡിൽ എല്ലാം തിരക്ക് കൂടിയിട്ടാണ്. കുറേ പേര് കാഴ്ച കാണാൻ വേണ്ടി തിരക്ക് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രക്കോ ജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ബത്തക്ക, വെള്ളം, ഓറഞ്ച്, അതെല്ലാം നൃത്യം കളിക്കുന്ന ആൾക്കാർക്കും പിന്നെ ഇതിൻ്റെ കമ്മിറ്റീൻ്റെ ആൾക്കാർക്കും അമ്പലം സൊസൈറ്റി കമ്മിറ്റീൻ്റെ ആൾക്കാർക്കും കൊടുക്കാനും ആൾക്കാരെ വക കൊടുക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയ കുട്ടികൾ വരെ നൃത്യം കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആണുങ്ങളും എല്ലാം എല്ലാവരും ഇന്നത്തെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് നൃത്യം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ വകയ നൃത്തമുണ്ട്. പിന്നെ DJ ഡാൻസിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഡാൻസും നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ചായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ നൃത്യം എൻ്റെ ജീവിതത്തിൽ ഞാനിതെല്ലാം ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഇത്രയും കൊല്ലം ഭയങ്കര തിരക്കായിരുന്നു ഇത് കാണാൻ. അപ്പോൾ അധികം കാണാൻ പറ്റില്ല. ഇപ്രാവശ്യം നല്ല ഒരു ഇതിലായിരുന്നു കണ്ടത്. പിന്നെ മുന്നത്തെ കൊല്ലങ്ങളും കൊണ്ട് ജനങ്ങൾ അത്ര തിരക്കുണ്ടായിട്ടില്ല. മുന്നേ ഈ കൊറോണയ്ക്ക് മുന്നേ എല്ലാം ഇത് അന്നേരം നടത്തിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അന്നേരമെല്ലാം ഇതിലും കൂടുതൽ ചന്തയും എല്ലാം ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു. 2025 ഇത് ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവലാണ്. ഞാൻ സ്പെഷ്യലായി എൻ്റെ ഫ്രണ്ട്സ്മാർക്ക് ഞാനെടുത്ത് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നു. നോക്കൂ ഫ്രണ്ട്സ്, ഇതെല്ലാം ഓരോരോ നൃത്യമാണ്. അപ്പോൾ ഇത് ഞാനും അവരെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക്
കമൻറ്റ് ചെയ്ത് അറിയിക്കണം. സോ പ്ലീസ് ഫ്രണ്ട്സ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാർ എൻ്റെ ചാനലിന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നൃത്യം? ഇതെല്ലാം ഒരു സിനിമാറ്റിക് ഡാൻസിന് ഇവർ ഡാൻസ് കളിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡാൻസ് കണ്ടാൽ മനസ്സിലാവും ഏത് പാട്ടാണ് ഇവർ കളിക്കുന്നത്. ഇത് ഓട്ടുമ്പിലാണ് ഫുൾ. ഇതാണ് ഡി ജെ പുതിയ പാട്ടിന് ഡാൻസ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ടിന് മേലെ തമിഴ് പാട്ടും മലയാളം പാട്ടിനെല്ലാം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ടെടുക്കാൻ പറ്റിയില്ല, കാരണം വേറെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ so friends, thank you and welcome.